ചെറുപ്പക്കാരായിരിക്കുമ്പോൾ ഞാൻ എല്ലാം സേഫാണ്. പക്ഷേ ഏത് ഏജ് കഴിയുമ്പോൾ ഞാനൊന്ന് അലാമിങ് ആവണം, എവിടെ ഞാൻ സ്ഥിരമായി ടെസ്റ്റ് ചെയ്യണം, അങ്ങനെ ചോദിച്ചാൽ ഏതായിരിക്കും? അത് പ്രസക്തമൊരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഹൃദയാഘാതത്തിനെ പറ്റി പറയുമ്പോൾ പണ്ട് നമ്മുടെ കൺമുൻപിൽ കാണുന്ന 65 വയസ്സ് മേലുള്ള ഒരാൾ അല്ലെങ്കിൽ 70 വയസ്സുള്ള ഒരാൾ അറ്റാക്ക് വന്നു പറയുമ്പോൾ വലിയ വാർത്തയല്ല, അദ്ദേഹത്തിന് പ്രായമുണ്ട് അതുകൊണ്ട് വന്നതാണ് എന്ന് പറയും. പക്ഷേ ചെറുപ്പക്കാർക്ക് തന്നെ ഹൃദ്രോഗം വരുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ നമ്മുടെ ജീവിതശൈലി മാറി, ജോലിക്കുണ്ട സ്വഭാവം മാറി. പലപ്പോഴും നേരത്തെ പറഞ്ഞ ഇരുന്നുള്ള ജോലിയാണ്. ആയാസകരമായ വർക്കുകളൊന്നും തന്നെ ഫിസിക്കലി ഉള്ള ഒന്നുമില്ല, മെൻ്റലി ഉണ്ടെങ്കിലും ഇല്ല. സ്ട്രെസ്സ് കൂടുതലാണ്, ജീവിത ചെലവ് കൂടി, പഴയ പോലെ സിമ്പിൾ ലൈഫല്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഫോണിൽ കൂടെ മാത്രമായി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മാനസികമായിട്ട് ഒരുപാട് ഒരു സംഘർഷം അനുഭവപ്പെടുന്നു. ഇവർക്കെല്ലാം ഈ ഹൃദയ രോഗങ്ങളും മറ്റ് ടിഷ്യൂസിൻ്റെ രോഗങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് നേരത്തെ ചെക്കപ്പ് ചെയ്യുക, പീരിയോഡിക്കായിട്ട് ചെക്കപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാൻ സാധാരണ പറയാനുള്ള എന്തായാലും നമ്മുടെ സാധാരണ എക്സിക്യൂട്ടീവ് ചെക്കപ്പിന് വരുന്ന ആൾക്കാർ 40-45 വയസ്സാകുമ്പോൾ ഒരു ചെക്കപ്പിന് വരും, പിന്നെ അടുത്ത വെളിയിലുള്ള ഒരു അടുത്ത അവധിക്ക് വരുമ്പോൾ വീണ്ടും ചെക്ക് ചെയ്യും, പോവും. ഒരു നല്ല ട്രെൻഡാണ്. പക്ഷേ ബേസിക്കലി ഒരാൾക്കൊരു ഐഡിയ വേണം. എല്ലാം നോർമലാണെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും BP ചെക്ക് ചെയ്തിരിക്കണം, കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിരിക്കണം, ഷുഗർ ചെക്ക് ചെയ്തിരിക്കണം. അതുപോലെ ഇവർ ECGയിൽ എന്തെങ്കിലും വ്യതിയാനമുള്ളവർ കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് നോക്കണം.